എനിക്ക് എല്ലാ ദിവസവും ദുഃഖവെള്ളിയാണ്. എന്നാണോ എൻ്റെ ലൈഫിലേക്ക് ഒരു ഈസ്റ്റർ വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 6, 7 മാസമായിട്ട് എനിക്ക് എല്ലാ ദിവസവും ദുഃഖവെള്ളി, ദുഃഖത്തിങ്കൾ, ദുഃഖബുധൻ അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ദുഃഖമാണ്. അങ്ങനെ ഒരു ദുഃഖവെള്ളിക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് കടൽ കാണാൻ തോന്നിയത്. കടൽ കാണാൻ എന്നെ കൊണ്ടുപോകാൻ എനിക്കൊരു ശ്രീനാഥ് ബാസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവളെ വിളിച്ചു. ഇവള് കേട്ട പാടെ കേൾക്കാത്ത പാടെ കോട്ടയത്ത് നിന്ന് പെട്ടിയും കിടക്കെ എടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ എ.സി റോഡ് വഴി എ.സി ത്രൂ ആലപ്പുഴ ബീച്ചിലേക്ക് പോവാണ്. ഒരു 4:30, 5 മണിക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പറയാതിരിക്കാം ഈ എ.സി റോഡിലെ വ്യൂസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരു 4:30, 5 മണിക്ക് അവിടെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട് കേട്ടോ. നല്ല വ്യൂ കിട്ടുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമാവും. ഞങ്ങളങ്ങനെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ബീച്ചിലെത്തിയത്. ബീച്ചിലെത്തിയപ്പോൾ തന്നെ ഒരു പണി കിട്ടി. ഞങ്ങൾ ചെന്നപ്പതും ഗാർഡ്സ് വിസിലടിക്കുമായിരുന്നു കടലിൽ നിന്ന് കയറാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കടൽ കാണാൻ വന്നിട്ട് കാല് നനയ്ക്കാതെ എങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഗാർഡ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് കാലൊന്ന് നനയ്ക്കാൻ ഇറങ്ങി. പിന്നെ ചെറിയൊരു വീഡിയോ എടുത്ത് നമുക്ക് ഇടണ്ടേ. അപ്പം ഒരുപാട് നേരം ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. കാരണം കടലമ്മ നല്ല ക്ഷോഭിച്ചായിരുന്നു. പിന്നെ ഗാർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പേടിയായിരുന്നു. കാരണം ഒന്നാമതെ കണ്ടകശനി ഉച്ചയിൽ കൊണ്ടിരിക്കുകയാണ്. കാറ്റ് വന്നാൽ തന്നെ തെറിച്ച് ഞാൻ കടലിൽ പോകും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി. ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ ബീച്ചിൽ ഒരു എക്സിബിഷൻ പോലെ നടക്കുകയാണ് കേട്ടോ. കുറേ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. ആകാശത്തൊട്ടിലെ പിന്നെ ഡ്രാഗൻ്റെ റൈഡ് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അത്യാവശ്യം ഒരുപാട് റൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. പിന്നെ ഞങ്ങൾ ഡ്രാഗൻ്റെ റൈഡിൽ കയറി. എനിക്ക് ഈ അഡ്വഞ്ചറസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ അവൾ എന്നെ വലിച്ച് കയറ്റുമായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ജീവൻ തിരിച്ച് കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറയാം. കാരണം ഞാൻ മുക്കോടി ദൈവങ്ങളെ ഞാൻ ആ റൈഡിൽ കയറിയിട്ട് വിളിച്ചു. ഞാൻ പറക്കുമായിരുന്നു ആകാശത്തൂടി. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ദൈവത്തെ വിളിച്ചപ്പോഴും ഇവൾ മാത്രമാണ് "ഓ യാ കൂ കീ" എന്നൊക്കെ പറഞ്ഞ് അലറി ചിരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. എങ്ങനെയൊക്കെ ജീവനും തിരിച്ച് കിട്ടി. ഞാൻ ആ റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി കയറി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സ്നാക്സ് ഒന്നും കഴിച്ചില്ല. എനിക്കതിനകത്ത് ആ ഉപ്പിലിട്ടതിൽ ക്യാരറ്റ് മാത്രമാണ് കേട്ടോ പിടിച്ചത്. ഇത് കൊള്ളായിരുന്നു. ബാക്കി ഒന്നിലും ഉപ്പൊന്നും ഇല്ലായിരുന്നു. ഒരുമാതിരി പുഴുങ്ങി വെച്ചിരിക്കുന്ന പോലായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മന്തി ഒരു അടിപൊളി ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു.